സൈലൻറ്റ്, ക്വയറ്റ്, കാം, സ്റ്റിൽ. 4 വാക്കും ഒരു തരം നിശബ്ദതയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. 4ഉം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. സൈലൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആബ്സെൻസ് ഓഫ് സൗണ്ടാണ്, തികഞ്ഞ നിശബ്ദത. ദ റൂം ബിക്കെയിം സൈലൻറ്റ് വെൻ ദ ടീച്ചർ എൻറ്റേർഡ്. അധ്യാപകൻ പ്രവേശിച്ചപ്പോൾ റൂം നിശബ്ദമായി, അവിടെ യാതൊരു ശബ്ദവുമില്ല. ദ ഫോറസ്റ്റ് വാസ് സൈലൻറ്റ് അറ്റ് മിഡ് നൈറ്റ്. അർദ്ധരാത്രി കാട് നിശബ്ദമായിരുന്നു. ഷീ റിമെയിൻ സൈലൻറ്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അവളൊരക്ഷരം പറഞ്ഞില്ല, ഒരു ശബ്ദം ഉണ്ടാക്കിയില്ല മീറ്റിങ്ങിനിടയിൽ. അതാണ് സൈലൻറ്റ്. ഇനി ക്വയറ്റോ? ശാന്തമാണ് ക്വയറ്റിൻ്റെ അർത്ഥം. ക്വയറ്റ് എന്നാൽ നിശബ്ദം തന്നെ, പക്ഷെ ചെറിയ ശബ്ദങ്ങളുണ്ടാവും. പ്ലീസ് ബി ക്വയറ്റ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ ക്വയറ്റ് ആയിരിക്കണേ എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദങ്ങളുണ്ടാവും. ഇറ്റ്സ് എ ക്വയറ്റ് നൈബർഹുഡ്. വളരെ ശാന്തമായ ഒരു അയൽപ്പക്കമാണ് ഇവിടെ. ദ ബേബി ഈസ് ഫൈനലി ക്വയറ്റ്. കുഞ്ഞ് ഒടുവിൽ ശാന്തമായി. ഹി എൻജോയ്ഡ് ദി ക്വയറ്റ്യൂഡ് ഓഫ് ദ കൺട്രി സൈഡ്. ആ നാട്ടിൻ പുറത്തിൻ്റെ ക്വയറ്റ്യൂഡ്, ശാന്തത അവൻ ആസ്വദിച്ചു. ഇനി അടുത്ത വാക്ക് കാം ആണ്. കാം എന്നാൽ എന്താണ് അർത്ഥം? പീസ്ഫുൾ എന്നാണ്. സമാധാനമായത്, ശാന്തമായത് എന്നൊക്കെയാണ് അർത്ഥം. ഒരല്പം ശബ്ദവുമായി ബന്ധമുണ്ട്, പക്ഷേ തീർത്തും നിശബ്ദമല്ല. ഷീ റിമൈൻഡ് കാം ഇൻ ദ എമർജൻസി. ആ അടിയന്തര ഘട്ടത്തിൽ അവൾ വളരെ കാമായി നിന്നു. ദ സീ ഈസ് കാം ടുഡേ. കടൽ ഇന്ന് വളരെ ശാന്തമാണ്. ഇവിടെ ക്വയറ്റ് എന്നുള്ളത് ശബ്ദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ കാം എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, ചില ചലനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നർത്ഥം. ശബ്ദവുമായി ബന്ധമുണ്ടെങ്കിലും ചലനങ്ങൾ ഒതുങ്ങിയതിനൊക്കെയാണ് കൂടുതൽ നമ്മൾ കാം എന്ന് പറയുക. സ്റ്റേ കാം ആൻഡ് തിങ്ക് കെയർഫുള്ളി. ഒന്ന് ശാന്തമായിരിക്കുക, ശരിക്കും ആലോചിക്കുക. സ്ട്രെസ്സോ ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ കാം എന്ന് പറയുക. അടുത്തത് സ്റ്റിൽ, നിശ്ചലം എന്നാണ് അർത്ഥം. തികച്ചും മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദ ചൈൽഡ് സാറ്റ് സ്റ്റിൽ ഡ്യൂറിങ് ദ പ്രയർ. പ്രാർത്ഥനാ സമയത്ത് കുഞ്ഞ് നിശ്ചലമായിരുന്നു. ദ എയർ വാസ് സ്റ്റിൽ ബിഫോർ ദ സ്റ്റോം. കൊടുങ്കാറ്റിന് മുൻപ് കാറ്റ് നിശ്ചലമായിരുന്നു. പ്ലീസ് കീപ് സ്റ്റിൽ വൈൽ ഐ ടേക്ക് ദ പിക്ചർ. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റില്ലായി നിൽക്കണേ. ദ ലേക്ക് വാസ് സ്റ്റിൽ ആൻഡ് സൈലൻറ്റ് അറ്റ് ഡോൺ. പ്രഭാതത്തിൽ തടാകം നിശ്ചലവും നിശബ്ദവുമായിരുന്നു. ഒന്ന് ആക്ടിവിറ്റിയാണ്, ഒന്ന് സൗണ്ടാണ്. സ്റ്റിൽ ആക്ടിവിറ്റി ഇല്ലാത്തത്, സൈലൻറ്റ് ശബ്ദമില്ലാത്തത്. ഇതാണ് ഈ 4 വാക്കുകളുടെയും വ്യത്യാസം. ഓക്കെ, താങ്ക് യു.